ഹലോ നമസ്കാരം, ഞാൻ ഷാബിൻ ചില്ലക്കാടൻ. ഷാബിൻ. ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഔട്ട് സൈഡ് വീഡിയോ എന്നുള്ള ചെയ്യുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു നല്ല റെസിപ്പി ഇട്ടിട്ടുണ്ട്. എന്താണ്? ടർക്കിഷ് എഗ്. അതെ, ടർക്കിഷ് എഗ്. ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണാം. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇതിന്റെ ടേസ്റ്റ് കാണാൻ നല്ല ലുക്ക് കിട്ടണം, അതുകൊണ്ട് ഇതിന്റെ ടേസ്റ്റ് അറിയണം. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള വിചാരിച്ചിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ടർക്കിഷ് എഗ് ഉണ്ടാക്കാം, അതിന്റെ ടേസ്റ്റ് അറിയാം. ആദ്യം തന്നെ 50 ഗ്രാം ബട്ടറാണ് പാനിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചെറിയ തീയിൽ അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ ഡ്രൈഡ് ബാസിൽ ലീഫ് കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ ഇതൊന്ന് സോർട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിനെ പ്രത്യേകം മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഏകദേശം ഒരു 100 മില്ലി നല്ല കട്ട തൈര്, നല്ല കട്ടിയുള്ള തൈര് തന്നെ വേണം. അത് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ കാണുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് ഈ തൈര് വെച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ അതിനെ ഒന്ന് നല്ലോണം സ്പ്രെഡ് ചെയ്ത് ഈ ഒരു പരുവത്തിനടുത്ത് പ്രത്യേകം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എഗ്ഗ് പോച്ച് ചെയ്തെടുക്കണം. എഗ്ഗ് പോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് നമ്മൾ വിനീഗറാണ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം മുട്ട പൊട്ടിച്ച് ഇതുപോലെ ഡയറക്റ്റ് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നല്ല കറക്റ്റ് പരുവത്തിന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വേണ്ട കേട്ടോ, കറക്റ്റ് പരുവത്തിന് നമുക്ക് ഇതുപോലെ പോച്ച് ചെയ്ത എഗ്സ് കിട്ടും. നമ്മൾ ഇതിനെ എടുത്ത് നമ്മുടെ ഈ യോഗട്ട് പ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്ത നമ്മുടെ സ്പെഷ്യൽ സോസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ എടുക്കണം. അതോടുകൂടി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ടർക്കിഷ് എഗ് എന്ന ഡിഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടർക്കിഷ് എഗ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ടർ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നല്ല ലുക്കാണ് കേട്ടോ, കഴിക്കാൻ തോന്നും. സംഭവം നമ്മളെ യോഗട്ടും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും അതുപോലെ ബട്ടറും എല്ലാം ആയിട്ട് നമ്മുടെ എഗ് ഉണ്ടല്ലോ, എഗ് പോച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അകത്തുനിന്ന് ഇങ്ങനെ മെൽറ്റായി ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാം കൂടെ മിക്സഡ് ആയിട്ടൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, ബ്രെഡിൻ്റെ കൂടെ ഇത് സൈഡായിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ചപ്പാത്തിയിലൂടെയാണ് ട്രൈ ചെയ്യുന്നത്. നമ്മുടെ യോഗട്ടും അതുപോലെ ബട്ടറും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കട്ടെ. ചില്ലി ഫ്ലേക്സും എല്ലാം കൂടെ കിട്ടിയിട്ടുണ്ട്. എടുത്ത് കഴിക്കടേ. നമ്മളെ പൂച്ചൊന്ന് വിളിക്കുന്നു. എനിക്കിത് ഇഷ്ടപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളാ ബാസിൽ ലീഫ് ഇട്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറ്റാലിയൻ സ്റ്റൈലിലോട്ട് അത് പോയിട്ടുണ്ട്. ആക്ച്വലി ഇത് പാഴ്സൽ ലീഫ് ആണ് അതിൽ ഇടുന്നത്. പലരും അങ്ങനെയാണ് ഇട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ അതിനൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നാണ് ബാസിൽ ലീഫ് ഇട്ടത്. സംഭവം അത് നല്ല മാച്ചിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ടർക്കിഷ് എഗിന്റെ മെയിൻ ഫ്ലേവർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലിട്ടിരിക്കുന്ന നമ്മുടെ ജീരകത്തിന്റെ പൊടി ഉണ്ടല്ലോ, അത് നന്നായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. നിനക്ക് കിട്ടുന്നുണ്ടോ? പിന്നെ ചില്ലി ഫ്ലേക്സിന്റെ ആ ഒരു സ്പെഷ്യൽ ഫ്ലേവർ ആണ് ഈ ബട്ടറിൽ കൂടുതൽ വന്നിരിക്കുന്നത്. പിന്നെ ബാസിൽ ലീഫിന്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ സംഭവം നല്ല ജോർ സാധനം കേട്ടോ. അടിപൊളിയല്ലേ? നമ്മുടെ പോച്ച്ഡ് എഗ്സ് ഒക്കെ നല്ല പെർഫെക്റ്റ്ലി പോച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ്. കഴിച്ചോ? മൊത്തത്തിൽ കൊള്ളാമോ? അടിപൊളി ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ഫാന്റാസ്റ്റിക് അല്ലേ? ഞാൻ ഉണ്ടാക്കേണ്ട പറയാല്ല, അടിപൊളിയാട്ടാ സംഭവം, കിടുകൈ. അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടിരിക്കുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഒരു പുതിയ വീഡിയോ കാണാം. ദിസ് ഷാബിൻ ആൻഡ് ഷാബിൻ ചില്ലക്കാടൻ സൈനിങ് ഓഫ്.